എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ടുള്ള വട്ടയപ്പം വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല അടിപൊളി വട്ടയപ്പം ഇതേ രീതിയിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉള്ളത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ടൊരു 4 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു ഞാനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര നിറച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടിയാണ്. അത് നമ്മുടെ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരണം. ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ രാവിലെ ഉണ്ടാക്കിയ പാലപ്പത്തിൻ്റെ കുറച്ച് മാവിരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ പൊടിച്ചെടുത്തിരിക്കുന്ന പഞ്ചസാരയും അരിപ്പൊടിയും അതുപോലെ തന്നെ ഏലക്ക എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് പാകമായിരിക്കും ഇത്. പഞ്ചസാരയുടെ ആ ഒരു അലുത്ത് കഴിയുമ്പോൾ ഉള്ള വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ മാവിൻ്റെ അകത്ത വെള്ളവും എല്ലാം കൂടി ആകുമ്പോഴത്തേന് കറക്റ്റായി വരും. അപ്പം നമ്മുടെ മാവിന് പുളി ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ഇത് അരച്ച് വെച്ചിരിക്കുന്ന പാലപ്പത്തിൻ്റെ മാവിന് ഒട്ടും പുളിയില്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ കറക്റ്റ് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളെടുക്കുന്ന മാവിൻ്റെ അളവനുസരിച്ച് വേണം നമ്മുടെ അപ്പത്തിന് ഉള്ള മധുരം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ചൂടിനനുസരിച്ചാണ് മാവ് പൊങ്ങി വരുന്നത്. ഓൾറെഡി നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് പൊങ്ങിയതായതുകൊണ്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇത് പൊങ്ങി, ചൂടുള്ള സ്ഥലമാണെങ്കിൽ വളരെ ഒരു 1/2 മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങി കിട്ടും. ഇനി ഇത് നമ്മൾ ഇളക്കുകയൊന്നും ചെയ്തു ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്തിട്ട് വേണം നമുക്കിത് കലക്കി വെക്കാനായിട്ട്. ഇത് നമ്മൾ ഇളക്കാതെ തന്നെ നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ എണ്ണ തേച്ചതിന് ശേഷം നമ്മുടെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും നമ്മൾ ഇളക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് തവി കൊണ്ട് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അതിൻ്റെ പതയൊക്കെ അതുപോലെ നിൽക്കണം, അപ്പോഴാണ് നല്ല സോഫ്റ്റുള്ള വട്ടയപ്പം നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ഞാനൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് ആവി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 20 to 30 മിനിറ്റോളം ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ തിക്നെസ് അനുസരിച്ചും നമുക്ക് വേവ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് കുത്തി നോക്കിയപ്പോഴത്തേന് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് വെക്കണമായിരുന്നു. അപ്പോൾ 2 സ്ഥലത്ത് ഞാനൊന്ന് കുത്തി നോക്കി, അപ്പോഴത്തേന് വെന്തിട്ടില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് വേവാകും. അതിനുശേഷം ഞാനിത് അടുപ്പത്തു നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വട്ടയപ്പം വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് നല്ലൊരു മണവുമാണ് വരുന്നത് കേട്ടോ. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങയൊന്നും എക്സ്ട്രാ അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാലപ്പത്തിൻ്റെ മാവിൽ ഓൾറെഡി തേങ്ങ ചേർത്തിരിക്കുന്നുണ്ട്, നമ്മൾ വേറെ തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റുള്ള വട്ടയപ്പമാണ്. എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സ്പോഞ്ച് പോലത്തെ വട്ടയപ്പാണ്. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണം. നമ്മൾ സെപ്പറേറ്റ് ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മാവ് ചേർത്താൽ മാത്രം മതി. നല്ല സോഫ്റ്റായിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.